Dear students, today we are going to discuss about income tax treatment in respect of Provident Fund. What is a Provident Fund? The word Provident means to provide for future എന്നാണ്. ഭാവിയിലേക്ക് വേണ്ടി വല്ലതും കരുതുക എന്നാണ് പ്രൊവിഡന്റ് എന്ന വേർഡിന്റെ അർത്ഥം. അതുകൊണ്ട് തന്നെ പ്രൊവിഡന്റ് ഫണ്ട് ഈസ് എ ഫണ്ട് വിച്ച് ഈസ് ക്രിയേറ്റഡ് ടു പ്രൊവൈഡ് ഫോർ ദി ഫ്യൂച്ചർ. ഓക്കെ, ഈ ഒരു പ്രൊവിഡന്റ് ഫണ്ട് എന്ന് പറയുന്ന ഫണ്ടിന്റെ ഒരു പ്രത്യേകത, ഓരോ മാസവും അതിൽ ജോയിൻ ചെയ്യുന്ന എംപ്ലോയി അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ ഓരോ മാസവും അവരുടെ ശമ്പളത്തിൽ നിന്ന് നിശ്ചിത എമൗണ്ട് ഡിഡക്റ്റ് ചെയ്ത് ഈ പ്രൊവിഡന്റ് ഫണ്ട് അക്കൗണ്ടിലേക്ക് മാറ്റണം. അങ്ങനെ എംപ്ലോയി മാറ്റുന്ന സമയത്ത് ദി എംപ്ലോയർ ഓൾസോ മേക്സ് ഹിസ് ഓൺ കോൺട്രിബ്യൂഷൻ ടു ദി എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് അക്കൗണ്ട്. അങ്ങനെ എംപ്ലോയിയുടെ പേരിലുള്ള പ്രൊവിഡന്റ് ഫണ്ട് അക്കൗണ്ടിൽ ഓരോ മാസവും എംപ്ലോയി കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന തുകയും എംപ്ലോയർ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന തുകയും എംപ്ലോയിയുടെ പ്രൊവിഡന്റ് ഫണ്ട് അക്കൗണ്ടിൽ എത്തുന്നു ഓരോ മാസവും. അങ്ങനെ എത്തുന്ന തുകയുണ്ടല്ലോ, ഇറ്റ് ഈസ് ഇൻവെസ്റ്റഡ് സംവെയർ and the interest earned on such investment is also credited to the employees provident fund account. അങ്ങനെ രണ്ടിന്മീതെയും കിട്ടുന്ന ഇൻട്രസ്റ്റും എംപ്ലോയിയുടെ പ്രൊവിഡന്റ് ഫണ്ട് അക്കൗണ്ടിലേക്ക് വന്നു ചേരുന്നു. അങ്ങനെ എംപ്ലോയി റിട്ടയർ ചെയ്യുന്ന സമയത്ത് വലിയൊരു എമൗണ്ട് എംപ്ലോയിക്ക് ലഭ്യമാകുന്നു. വലിയൊരു ആശ്വാസമാണത്. ആൻഡ് ഇഫ് ദി എംപ്ലോയി ഡൈസ് ഡ്യൂറിങ് സർവീസ്, the amount is given to his wife and children or legal heirs. ഇനി സർവീസിൽ ഇരിക്കുന്ന സമയത്ത് തന്നെ മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ എമൗണ്ട് എംപ്ലോയിയുടെ ലീഗൽ ഹെയർസിന് അല്ലെങ്കിൽ വൈഫ് ആൻഡ് ചിൽഡ്രൻ അവർക്കാണ് ലഭിക്കുന്നത്. അപ്പോൾ റിട്ടയർ ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ ലീഗൽ ഹെയർസിനോ, മരണപ്പെട്ടാൽ ലീഗൽ ഹെയർസിനോ കിട്ടുന്ന പ്രൊവിഡന്റ് ഫണ്ടിൽ നിന്ന് കിട്ടുന്ന ആ ലംസം എമൗണ്ട്, ആ വലിയൊരു എമൗണ്ട്, ഒറ്റ തവണയായിട്ട് ലഭിക്കുന്ന വലിയ എമൗണ്ടിൽ എംപ്ലോയിയുടെ മന്ത്ലി കോൺട്രിബ്യൂഷൻസ് ഉണ്ടാവും, എംപ്ലോയറുടെ മന്ത്ലി കോൺട്രിബ്യൂഷൻസ് ഉണ്ടാവും. ഈ രണ്ടും എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്ത് കിട്ടുന്ന ആ ഇൻട്രസ്റ്റും കൂടെയുള്ള എമൗണ്ട് ആയിരിക്കും പ്രൊവിഡന്റ് ഫണ്ട് എമൗണ്ട് എന്ന് പറയുന്നത്, ലംസം എമൗണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് പ്രൊവിഡന്റ് ഫണ്ട് എന്നതിൻ്റെ ഒരു സംക്ഷിപ്തമായിട്ടുള്ള രൂപം, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു പിക്ചറാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ഈ പ്രൊവിഡന്റ് ഫണ്ട് ഈ ഒരു സ്ട്രക്ചറോട് കൂടിയിട്ടുള്ള ഈ ഒരു രീതിയിലുള്ള പ്രൊവിഡന്റ് ഫണ്ട് പ്രധാനമായും 4 തരത്തിലാണുള്ളത്. പ്രൊവിഡന്റ് ഫണ്ട്, ഒന്ന് സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഡന്റ് ഫണ്ടാണ്, 2 റെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ട്, 3 അൺറെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ട്, ആൻഡ് ദി 4th വൺ ഈസ് പബ്ലിക് പ്രൊവിഡന്റ് ഫണ്ട്. ഈ ഓരോന്നും എന്താണ് അതിൻ്റെ പ്രത്യേകതയെന്നും അതിൻ്റെ ഓരോ പ്രൊവിഡന്റ് ഫണ്ടുമായി ബന്ധപ്പെട്ട ടാക്സ്, ഇൻകം ടാക്സ് ഇംപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഡന്റ് ഫണ്ട് ഓർ SPF. Statutory Provident Fund is a provident fund to which Indian Provident Fund Act of 1925 is applicable. 1925 ഇന്ത്യൻ പ്രൊവിഡന്റ് ഫണ്ട് ആക്ട് ബാധകമാകുന്ന തരത്തിൽ സ്റ്റാർട്ട് ചെയ്യുന്ന പ്രൊവിഡന്റ് ഫണ്ടിനെയാണ് സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഡന്റ് ഫണ്ട് എന്ന് പറയുന്നത്. ഈ പ്രൊവിഡന്റ് ഫണ്ട് പ്രധാനമായും ആർക്ക് വേണ്ടി തുടങ്ങുന്നതാണ്? ഗവൺമെന്റ് ഓർ സെമി ഗവൺമെന്റ് ഓഫീസസ്, എംപ്ലോയീസ് ഓഫ് ഗവൺമെന്റ് ആൻഡ് സെമി ഗവൺമെന്റ് ഓഫീസസ് സച്ച് ആസ് local authorities, universities, recognized educational institutions, statutory corporations and nationalized bank. ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങളിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിന് വേണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന പ്രൊവിഡന്റ് ഫണ്ടാണ് സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഡന്റ് ഫണ്ട് എന്ന് പറയുന്നത്. മനസ്സിലായോ? അതാണ് സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഡന്റ് ഫണ്ടിന്റെ ഒരു പ്രത്യേകത. ഇനി നമുക്ക് നോക്കാം. സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഡന്റ് ഫണ്ട് ആയാലും നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നു, എവറി മന്ത് എംപ്ലോയർ ഹാസ് ടു കോൺട്രിബ്യൂട്ട് സർട്ടൻ എമൗണ്ട് ടുവേർഡ്സ് ദിസ് പ്രൊവിഡന്റ് ഫണ്ട്. അതുപോലെ എംപ്ലോയറും കോൺട്രിബ്യൂട്ട് ചെയ്യണം. അപ്പോൾ എംപ്ലോയി കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് അതിൻ്റെ ഒരു ടാക്സ് ഇംപ്ലിക്കേഷൻ എങ്ങനെയാണെന്ന് നോക്കുമ്പോൾ, എംപ്ലോയി കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന തുക എംപ്ലോയിയുടെ സാലറിയിൽ ഉൾപ്പെട്ടിട്ടുണ്ടാകും, സാലറിയിൽ ഉൾപ്പെടും. ബട്ട് it is eligible for deduction from gross total income under section 80C. ഓക്കെ, സാലറിയിൽ ഉൾപ്പെട്ടിട്ടുണ്ടാകും, എന്നാൽ ആ വ്യക്തിയുടെ ടോട്ടൽ ഇൻകം കാണുമ്പോൾ ഈ സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഡന്റ് ഫണ്ടിലേക്ക് നടത്തിയിട്ടുള്ള കോൺട്രിബ്യൂഷൻ ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ നിന്ന് ഡിഡക്ഷൻ കിട്ടും, ഡിഡക്റ്റ് ചെയ്യാവുന്നതാണ് സെക്ഷൻ 80C പ്രകാരം.
അതാണ് അതിൻ്റെ പ്രത്യേകത. സാലറിയിൽ ഉൾപ്പെട്ടിട്ടുണ്ടാകും, എന്നാൽ 80C പ്രകാരം ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്യാം ടോട്ടൽ ഇൻകം കാണുമ്പോൾ. എന്നാൽ എംപ്ലോയറുടെ കോൺട്രിബ്യൂഷൻ്റെ പ്രത്യേകത എന്താ? എംപ്ലോയർ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന തുകയുണ്ടല്ലോ, ദാറ്റ് ഈസ് ടോട്ടലി എക്സംപ്റ്റ്, നോട്ട് ടാക്സബിൾ. ക്ലിയർ? എംപ്ലോയി ടാക്സ് അടയ്ക്കൊന്നും വേണ്ട. അങ്ങനെ കിട്ടുന്ന ഒരു എംപ്ലോയറുടെ കോൺട്രിബ്യൂഷൻ ഉണ്ടല്ലോ, PF-ലേക്ക്, സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഡന്റ് ഫണ്ടിലേക്ക് എംപ്ലോയർ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള ആ തുകയ്ക്ക് എംപ്ലോയി ടാക്സ് അടയ്ക്കൊന്നും വേണ്ട. അത് ടോട്ടലി എക്സംപ്റ്റ് ആണ്. ഇനി രണ്ടുപേരും മന്ത്ലി കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന തുകയ്ക്ക് ഇൻട്രസ്റ്റ് കിട്ടുമല്ലോ, ആ ഇൻട്രസ്റ്റ് ഉണ്ടല്ലോ, ദാറ്റ് ഈസ് ടോട്ടലി എക്സംപ്റ്റ്, അതും ടാക്സ് ഫ്രീ ആണ്. ഇനി റിട്ടയർ ചെയ്യുന്ന സമയത്ത് when the employee receives the amount lump sum, the lump sum payment is also exempt from income tax. ഒരു പൈസയും ടാക്സ് അടയ്ക്കേണ്ടതില്ല. ഇതാണ് സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഡന്റ് ഫണ്ടിൻ്റെ ഒരു പ്രത്യേകത. അതിൻ്റെ ടാക്സ് ട്രീറ്റ്മെൻ്റ് ഒക്കെയാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കിയത്. ഇനി നമുക്ക് അടുത്ത പ്രൊവിഡന്റ് ഫണ്ടിലേക്ക് പോകാം. റെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ട്. എന്താണ് റെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ട്? റെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ട് ഈസ് എ പ്രൊവിഡന്റ് ഫണ്ട് to which the Provident Fund Act of 1952 is applicable. Statutory Provident Fund 1925 ഇന്ത്യൻ പ്രൊവിഡന്റ് ഫണ്ട് ആക്ട് പ്രകാരം സ്റ്റാർട്ട് ചെയ്യുന്ന പ്രൊവിഡന്റ് ഫണ്ട് ആണെങ്കിൽ 1952 പ്രൊവിഡന്റ് ഫണ്ട് ആക്ട് പ്രകാരം സ്റ്റാർട്ട് ചെയ്യുന്ന പ്രൊവിഡന്റ് ഫണ്ടാണ് റെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ട്. ഈ RPF എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന റെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ട് ആർക്ക് വേണ്ടിയാണ് തുടങ്ങുന്നത്? ഏത് തരത്തിലുള്ള എംപ്ലോയീസിന് വേണ്ടിയാണ് തുടങ്ങുന്നത്? സാധാരണയായിട്ട് ഷെഡ്യൂൾഡ് ബാങ്കുകളിലെ, ഫാക്ടറികളിലുള്ള, മറ്റ് ബിസിനസ് ഹൗസുകളിലുള്ള എംപ്ലോയീസിന് വേണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ഈ റെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ട് എന്ന് പറയുന്നത്. And under this recognized provident fund scheme, any person who employs 20 or more employees has to register his organization under the Provident Fund Act 1952 and to start a Provident Fund scheme for the employees of his organization. 20 വർക്കേഴ്സ് അല്ലെങ്കിൽ അതിൽ കൂടുതൽ വർക്കേഴ്സ് ഒരാളുടെ കീഴിൽ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ആ എംപ്ലോയർ അയാളുടെ സ്ഥാപനത്തെ പ്രൊവിഡന്റ് ഫണ്ട് ആക്ട് 1952 പ്രകാരം അതിൻ്റെ കീഴിൽ വരികയും എംപ്ലോയീസിന് വേണ്ടിയിട്ട് പ്രൊവിഡന്റ് ഫണ്ട് സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്യേണ്ടതാണ്. ഓക്കെ, ഇവിടെ ഇനി ഇതാണ് റെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ടിൻ്റെ ഒരു പ്രത്യേകത. ഇനി ഇവിടെയുള്ള ഈ എംപ്ലോയറുടെയും എംപ്ലോയിയുടെയും ഒക്കെ കോൺട്രിബ്യൂഷൻ ഉണ്ടല്ലോ, അതിൻ്റെ ഒരു ടാക്സ് ഇംപ്ലിക്കേഷൻസ് എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. എംപ്ലോയീസ് കോൺട്രിബ്യൂഷൻ ഈസ് ഇൻക്ലൂഡഡ് ഇൻ സാലറി. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ റെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ടിന്റെ കേസിൽ പറഞ്ഞതുപോലെ തന്നെ എംപ്ലോയിയുടെ കോൺട്രിബ്യൂഷൻ ഈസ് ഇൻക്ലൂഡഡ് ഇൻ ദി സാലറി ഓഫ് എംപ്ലോയി, ബട്ട് ഇറ്റ് ഈസ് എലിജിബിൾ ഫോർ ഡിഡക്ഷൻ ഫ്രം ഗ്രോസ് ടോട്ടൽ ഇൻകം അണ്ടർ സെക്ഷൻ 80C. എന്താണ് 80C പ്രകാരം ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ നിന്ന് ഡിഡക്ഷന് എലിജിബിൾ ആയിട്ടുള്ളതുമാണ്. എന്നാൽ എംപ്ലോയറുടെ കോൺട്രിബ്യൂഷനുമായി ബന്ധപ്പെട്ടുള്ള പ്രൊവിഷൻ എന്താ? എംപ്ലോയേഴ്സ് കോൺട്രിബ്യൂഷൻ ഇൻ എക്സസ് ഓഫ് 12% ഓഫ് എംപ്ലോയി സാലറി ഈസ് ടാക്സബിൾ. ഓക്കെ, എംപ്ലോയറുടെ കോൺട്രിബ്യൂഷൻ എംപ്ലോയിയുടെ സാലറിയുടെ 12% കൂടുതലായിട്ടുണ്ടെങ്കിൽ ആ കൂടുതലായി വരുന്ന ഭാഗം എംപ്ലോയിയുടെ സാലറിയിൽ ഉൾപ്പെടും. അത് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. സാലറി എന്ന 17 സബ്സെക്ഷൻ 1 സാലറിയുടെ ഡെഫിനിഷനിൽ ഉൾപ്പെടുന്ന ഒരു ഭാഗമാണ്. ആനുവൽ അക്രീഷൻ എന്നുള്ള രീതിയിൽ നമ്മൾ വിശദമായി പഠിച്ചിട്ടുണ്ട്. അതാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇൻട്രസ്റ്റ് ഓഫ് ഫണ്ട് ബാലൻസ്. റെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ടിൽ എംപ്ലോയറും എംപ്ലോയിയും കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള തുക ഇൻവെസ്റ്റ് ചെയ്ത് കിട്ടുന്ന ഇൻട്രസ്റ്റ് ഉണ്ടല്ലോ, ആ ഇൻട്രസ്റ്റിന്റെ ടാക്സബിലിറ്റി എങ്ങനെയാണ്? Interest in excess of 9.5% per annum is taxable in the hands of employee എന്നാണ്. അതായത് ഈ ഇൻട്രസ്റ്റ് മൊത്തം തുകയ്ക്ക് മീതെ കിട്ടുന്ന ഇൻട്രസ്റ്റ് 9.5% കൂടുതലുണ്ടെങ്കിൽ ആ കൂടുതലായിട്ടുള്ള ഇൻട്രസ്റ്റ് എമൗണ്ട് അതാത് വർഷങ്ങളിൽ എംപ്ലോയിയുടെ ഇൻകത്തിൽ ഉൾപ്പെടുന്നതാണ്. അത് ടാക്സബിൾ ആണ്. ഓക്കെ, ഇനി വാട്ട് അബൌട്ട് ദി ലംസം പേയ്മെന്റ്?
lump sum payment is not taxable provided the employee has minimum 5 years of continuous service. എന്താണ് lump sum payment അവസാനം റിട്ടയർ ചെയ്യുന്ന സമയത്ത് കിട്ടുന്ന ഒന്നിച്ച് കിട്ടുന്ന lump sum amount എന്താണ് exempted ആണ്, നോട്ട് ടാക്സബിൾ ആണ്. പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട്. എന്താ കണ്ടീഷൻ? ദി എംപ്ലോയി ഹാസ് മിനിമം 5 years ഓഫ് കണ്ടിന്യൂസ് സർവീസ്. ചുരുങ്ങിയത് 5 വർഷമെങ്കിലും ആ എംപ്ലോയറുടെ കീഴിൽ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്തിരിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ എക്സംഷൻ കിട്ടുകയുള്ളൂ. ഓക്കെ, ആ 5 വർഷത്തിൽ കുറഞ്ഞ പീരീഡിനുള്ളിൽ തന്നെ, അല്ലെങ്കിൽ 5 വർഷം കണ്ടിന്യൂസ് സർവീസ് ഇല്ല എങ്കിൽ 5 വർഷത്തിൽ കുറവ് കണ്ടിന്യൂസ് സർവീസ് ആകാൻ കാരണം എംപ്ലോയി ആകാൻ പാടില്ല. മനസ്സിലായില്ലേ? എംപ്ലോയർ സ്ഥാപനം അടച്ചുപൂട്ടുകയോ മറ്റോ ചെയ്തത് കൊണ്ട് 5 വർഷത്തിൽ കുറഞ്ഞു കഴിഞ്ഞാലും കുഴപ്പമില്ല. ഓക്കെ, ഇനി നമുക്ക് UPF എന്ന് പറയുന്ന അൺറെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ട് എന്താണെന്ന് നോക്കാം. Unrecognized provident fund is a fund which is approved by the Commissioner of Provident Fund but not approved by the Commissioner of Income Tax. Unrecognized provident fund ആണ്. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാവുന്നുണ്ട് അതിന് റെക്കഗ്നിഷൻ കിട്ടിയിട്ടില്ല. ആരുടെ റെക്കഗ്നിഷൻ കിട്ടിയിട്ടില്ല? ആരുടെ റെക്കഗ്നിഷൻ അപ്രൂവൽ കിട്ടാത്തത് കൊണ്ടാണ് അതിനെ അൺറെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ട് എന്ന് പറയുന്നത്. ഒരു പ്രൊവിഡന്റ് ഫണ്ട് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ പ്രൊവിഡന്റ് ഫണ്ട് കമ്മീഷണറുടെ അപ്രൂവൽ നിർബന്ധമായിട്ടും വേണം. എന്നാൽ മാത്രമേ സ്റ്റാർട്ട് ചെയ്യാൻ പാടുള്ളൂ. എന്നാൽ ഈ പ്രൊവിഡന്റ് ഫണ്ട് കമ്മീഷണറുടെ റെക്കഗ്നിഷൻ പ്രകാരം സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള പ്രൊവിഡന്റ് ഫണ്ടിന് ഇൻകം ടാക്സ് കമ്മീഷണറുടെ അപ്രൂവൽ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അങ്ങനെ ഇൻകം ടാക്സ് കമ്മീഷണറുടെ അപ്രൂവൽ കിട്ടുന്നത് വരെ ആ പ്രൊവിഡന്റ് ഫണ്ട് കമ്മീഷണറുടെ അപ്രൂവലുള്ള പ്രൊവിഡന്റ് ഫണ്ടിനെ നമ്മൾ വിളിക്കുക അൺറെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ട് എന്നാണ്. അപ്പോൾ ഇൻകം ടാക്സ് കമ്മീഷണറുടെ റെക്കഗ്നിഷൻ കിട്ടിക്കഴിഞ്ഞാൽ അത് റെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ടായി മാറും. അതുവരെയുള്ള അൺറെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ടിലുള്ള ബാലൻസ് മുഴുവൻ റെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ടിലേക്ക് മാറുകയും ചെയ്യും. അങ്ങനെ മാറ്റുന്നതായിരുന്നു നമ്മൾ നേരത്തെ ട്രാൻസ്ഫേർഡ് ബാലൻസ് എന്ന പേരിൽ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, ഈ ഒരു അൺറെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ടുമായി ബന്ധപ്പെട്ട് എന്താ അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് നമുക്ക് നോക്കാം. അത് റെക്കഗ്നേഷൻ ഇല്ലാത്തതാണ്. ആരുടെ? ഇൻകം ടാക്സ് കമ്മീഷണറുടെ റെക്കഗ്നേഷൻ കിട്ടിയിട്ടില്ല. പക്ഷെ പ്രൊവിഡന്റ് ഫണ്ട് കമ്മീഷണറുടെ അപ്രൂവൽ ഉണ്ട് താനും. ഓക്കെ, എനി ഇൻസ്റ്റിറ്റ്യൂഷൻ ക്യാൻ മെയിൻറ്റെയിൻ ദിസ് പ്രൊവിഡന്റ് ഫണ്ട്. ദിസ് ഈസ് മെയിൻറ്റെയിൻഡ് ഇൻ പ്രൈവറ്റ് സെക്ടർ ഓർഗനൈസേഷൻ. സാധാരണയായിട്ട് പ്രൈവറ്റ് സെക്ടർ ഓർഗനൈസേഷനിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എംപ്ലോയീസിന് വേണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. എംപ്ലോയീസ് കോൺട്രിബ്യൂഷൻ ഈസ് ഇൻക്ലൂഡഡ് ഇൻ സാലറി. നേരത്തെയൊക്കെ പറഞ്ഞതുപോലെ തന്നെ എംപ്ലോയിയുടെ കോൺട്രിബ്യൂഷൻ, ഇപ്പോൾ അൺറെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ടിലേക്കുള്ള എംപ്ലോയിയുടെ കോൺട്രിബ്യൂഷൻ അയാളുടെ സാലറിയിൽ ഉൾപ്പെടും. എന്നാൽ ഇത് അൺറെക്കഗ്നൈസ്ഡ് ആയതുകൊണ്ട് തന്നെ നോട്ട് എലിജിബിൾ ഫോർ ഡിഡക്ഷൻ ഫ്രം ഗ്രോസ് ടോട്ടൽ ഇൻകം അണ്ടർ സെക്ഷൻ 80C. നേരത്തെ പഠിച്ച സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഡന്റ് ഫണ്ടിലും റെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ടിലും 80C പ്രകാരം ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ നിന്ന് ഡിഡക്ഷൻ കിട്ടുമായിരുന്നു. പക്ഷെ അൺറെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ട് കേസിൽ അങ്ങനെ അങ്ങനെ ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഡിഡക്റ്റ് ചെയ്യാൻ എലിജിബിൾ അല്ല എംപ്ലോയിയുടെ കോൺട്രിബ്യൂഷൻ. ഓക്കെ, എംപ്ലോയേഴ്സ് കോൺട്രിബ്യൂഷൻ ഈസ് എക്സംപ്റ്റ്. എംപ്ലോയറുടെ കോൺട്രിബ്യൂഷൻ ടോട്ടലി എക്സംപ്റ്റ് ആണ്. ഇൻട്രസ്റ്റ് ഓൺ അക്യുമുലേറ്റഡ് ബാലൻസ് ഈസ് ഓൾസോ എക്സംപ്റ്റ്. ഫ്രം ഇൻകം ടാക്സ്. ഓക്കെ, ഇനി വാട്ട് അബൌട്ട് ദി ലംസം പേയ്മെന്റ്? ലംസം പേയ്മെന്റ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മൾ ഇതുവരെ പഠിച്ച സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഡന്റ് ഫണ്ട് ആയാലും റെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ട് ആയാലും ലംസം എമൗണ്ട് റിസീവ്ഡ് ബൈ ദി എംപ്ലോയി ഈസ് ടോട്ടലി എക്സംപ്റ്റ്. റെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ടിന്റെ കേസിൽ ചില കണ്ടീഷൻ ഉണ്ട്. 5 വർഷത്തെ കണ്ടിന്യൂസ് സർവീസ് ഒക്കെ പറയുന്നുണ്ടെങ്കിൽ കൂടെ ടോട്ടലി എക്സംപ്റ്റ് ആണ്. എന്നാൽ അൺറെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ടിന്റെ കേസിൽ ലംസം കിട്ടിക്കഴിഞ്ഞാൽ ആ ലംസം എമൗണ്ട് എന്ന് പറയുന്നതിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എംപ്ലോയിയുടെ കോൺട്രിബ്യൂഷൻ ഉണ്ട്, എംപ്ലോയറുടെ മന്ത്ലി കോൺട്രിബ്യൂഷൻ ഉണ്ട്, രണ്ടുപേരുടെയും കോൺട്രിബ്യൂഷനും മീതെ കിട്ടുന്ന ഇൻട്രസ്റ്റും ചേർന്നിട്ടുള്ള തുകയാണ്. ഇതൊക്കെ ഓരോ കോമ്പണന്റും ഒരു പ്രത്യേക രീതിയിലാണ് അതിൻ്റെ ടാക്സ് ഇംപ്ലിക്കേഷൻ വരുന്നത്. നോക്കാം. ലംസം റിസീവ് ചെയ്യുന്ന സമയത്ത് എംപ്ലോയീസ് കോൺട്രിബ്യൂഷൻ ഈസ് ഫുള്ളി എക്സംപ്റ്റ്.
Okay, employer's contribution and interest on employer's contribution, അത് taxable under profit in lieu of salary. Profit in lieu of salary എന്ന് നമ്മൾ salary computational salary എന്ന ഭാഗത്ത് പഠിക്കുന്നുണ്ട്. Profit in lieu of salary, profit in lieu of salary ഇത് വരുന്ന ഐറ്റമാണ് employer's contribution and interest on employer's contribution. ഇതിൽ അൺറെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ടിലേക്കുള്ള കോൺട്രിബ്യൂഷൻ. ഓക്കെ, ഇനി ഇൻട്രസ്റ്റ് ഓൺ എംപ്ലോയീസ് കോൺട്രിബ്യൂഷനോ, ദാറ്റ് ഈസ് ടാക്സബിൾ അണ്ടർ ദി ഹെഡ് ഇൻകം ഫ്രം അതർ സോഴ്സസ്. അങ്ങനെയാണ് ആ ലംസം എമൗണ്ടിലുള്ള 4 കോമ്പോണന്റ് ഈ രീതിയിലാണ് അതിൻ്റെ ടാക്സ് ഇംപ്ലിക്കേഷൻസ് വരുന്നത്. എംപ്ലോയിയുടെ കോൺട്രിബ്യൂഷൻ എങ്ങനെയാ? ഫുള്ളി എക്സംപ്റ്റ് ആണ്. ഇനി ഇൻട്രസ്റ്റ് ഓൺ എംപ്ലോയീസ് കോൺട്രിബ്യൂഷനോ ടാക്സബിൾ ആണ്, പക്ഷെ ഇൻകം ഫ്രം അതർ സോഴ്സസിലാണ് ടാക്സബിൾ ആകുന്നത്. എംപ്ലോയറുടെ കോൺട്രിബ്യൂഷനും മീതെയുള്ള ഇൻട്രസ്റ്റ് എമൗണ്ടും ടാക്സബിൾ ആണ്. എവിടെയാണ്? പ്രോഫിറ്റ് ഇൻ ലിeu ഓഫ് സാലറി, ഇൻകം ഫ്രം സാലറിയിൽ തന്നെ പ്രോഫിറ്റ് ഇൻ ലിeu ഓഫ് സാലറി എന്ന ആ ഭാഗത്താണത് ടാക്സബിൾ കാണിക്കേണ്ടത്. ഓക്കെ, അൺറെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ട് ക്ലിയർ ആയല്ലോ. ഇനി നമുക്ക് അവസാന ഭാഗം നോക്കാം. അവസാനത്തത് പബ്ലിക് പ്രൊവിഡന്റ് ഫണ്ട് അഥവാ PPF ആണ്. Public Provident Fund was started from 1st July 1968. Every individual can subscribe to this fund. ഈ പബ്ലിക് പ്രൊവിഡന്റ് ഫണ്ടിലേക്ക് എംപ്ലോയി ആയിരിക്കണമെന്നില്ല, ഏതൊരു ഇൻഡിവിജ്വലിനും ഈ പബ്ലിക് പ്രൊവിഡന്റ് ഫണ്ടിൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. പബ്ലിക് പ്രൊവിഡന്റ് ഫണ്ടിലെ ഒരു മെമ്പറായിട്ട് ജോയിൻ ചെയ്യാവുന്നതാണ്. എനി എമൗണ്ട് ബീയിങ് നോട്ട് ലെസ് ദാൻ 500 and not more than 1,50,000 in a year can be deposited. ഓരോ വർഷവും 500-ൽ കുറയാത്ത എന്നാൽ 1.5 ലക്ഷത്തിൽ കൂടാത്ത ഒരു തുക ഡെപ്പോസിറ്റ് ചെയ്തുകൊണ്ട് പബ്ലിക് പ്രൊവിഡന്റ് ഫണ്ടിൽ മെമ്പർ ആകാവുന്നതാണ്. Amount may be deposited in installments which cannot exceed 12 in a year. ഒന്നിച്ചോ അല്ലെങ്കിൽ ഒരു വർഷത്തിൽ 12 ഇൻസ്റ്റാൾമെന്റിൽ കൂടുതലാവാത്ത രീതിയിലോ ഡെപ്പോസിറ്റ് നടത്താവുന്നതാണ്. ഓക്കെ, an account under public provident fund can be opened at a branch of SBI or its subsidiaries. ഏത് SBIയുടെ ഏത് ബ്രാഞ്ചിലും അല്ലെങ്കിൽ അതിൻ്റെ സബ്സിഡിയറീസ് ഏത് ബ്രാഞ്ചിലും വേണമെങ്കിൽ നമുക്ക് പബ്ലിക് പ്രൊവിഡന്റ് ഫണ്ട് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്ത് മന്ത്ലിയോ അല്ലെങ്കിൽ 12-ൽ കൂടുതലാവാത്ത ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് ഒരു വർഷം 500-ൽ കുറയാത്ത 1.5 ലക്ഷത്തിൽ കൂടാത്ത എമൗണ്ട് ഡെപ്പോസിറ്റ് ചെയ്യാവുന്നതാണ് ഈ പബ്ലിക് പ്രൊവിഡന്റ് ഫണ്ട് അക്കൗണ്ടിൽ. ഓക്കെ, ഇവിടെ പ്രധാന പ്രത്യേകത, നമ്മുടെ പ്രൊവിഡന്റ് ഫണ്ടിന്റെ ഒരു പ്രധാന സവിശേഷത ഇതിനില്ല എന്നുള്ളതാണ്. അതായത് എംപ്ലോയറുടെ കോൺട്രിബ്യൂഷൻ, ദർ ഈസ് നോ എംപ്ലോയർ കോൺട്രിബ്യൂഷൻ ഇൻ കേസ് ഓഫ് പബ്ലിക് പ്രൊവിഡന്റ് ഫണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രധാന സവിശേഷത. ആഫ്റ്റർ 6 years ഓഫ് ദി കമൻസ്മെന്റ് ഓഫ് പബ്ലിക് പ്രൊവിഡന്റ് ഫണ്ട്, ദി സബ്സ്ക്രൈബർ മേ വിഡ്രോ ആസ് പെർ റൂൾസ്. ചില നിബന്ധനകൾക്ക് വിധേയമായിട്ട് ഡെപ്പോസിറ്റ് ചെയ്തിട്ടുള്ള എമൗണ്ട് 6 വർഷത്തിന് ശേഷം നിബന്ധനകൾക്ക് വിധേയമായിട്ട് പിൻവലിക്കാവുന്നതാണ്. ദി ഫുൾ എമൗണ്ട് ഓഫ് വിഡ്രോവൽ ഈസ് അലൗഡ് ആഫ്റ്റർ 15 years. 15 വർഷം കഴിഞ്ഞാൽ മുഴുവൻ എമൗണ്ടും വിഡ്രോ ചെയ്യാം. അതിന് മീതെയുള്ള ഇൻട്രസ്റ്റ് ഉൾപ്പെടെ മുഴുവൻ എമൗണ്ടും വിഡ്രോ ചെയ്യാം. ദി കോൺട്രിബ്യൂഷൻ മെയ്ഡ് ബൈ ഇൻഡിവിജ്വൽ ഈസ് ഇൻക്ലൂഡഡ് ഇൻ ഹിസ് സാലറി ബട്ട് ഈസ് എലിജിബിൾ ഫോർ ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 80C. നേരത്തെ നമ്മൾ പഠിച്ചിട്ടുള്ള സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഡന്റ് ഫണ്ടിലെയും റെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ടിലെയും പോലെ തന്നെ ഇവിടെയും സാലറിയിൽ ഉൾപ്പെട്ടിരിക്കും ആൻഡ് എലിജിബിൾ ഫോർ ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 80C ആണ്. Okay, interest credited to the account is fully exempt. Lump sum received from this fund is also exempted from income tax. ഇതാണ് പബ്ലിക് പ്രൊവിഡന്റ് ഫണ്ടിൻ്റെ പ്രത്യേകതയും അതിൻ്റെ ടാക്സ് ഇംപ്ലിക്കേഷൻ. അപ്പം 4 തരത്തിലുള്ള പ്രൊവിഡന്റ് ഫണ്ട് ഏതൊക്കെയാണ് എന്നും അതിൻ്റെ ടാക്സ് ഇംപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ് എന്നും നമ്മൾ പഠിച്ചു. നമുക്കൊന്ന് ഇന്നുകൂടെ ആ ടാക്സ് ഇംപ്ലിക്കേഷൻ ഒരു ഒറ്റ നോട്ടത്തിൽ ഒന്ന് നോക്കാം. SPF സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഡന്റ് ഫണ്ട്, റെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ട്, അൺറെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ട്, പബ്ലിക് പ്രൊവിഡന്റ് ഫണ്ട്. നമുക്കറിയാം അതിലുള്ള എംപ്ലോയിയുടെ കോൺട്രിബ്യൂഷൻ, ഇൻട്രസ്റ്റ്, ലംസം റിസീവ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു വിവിധ കോമ്പണന്റ് മീതെ അല്ല വിവിധ സിറ്റുവേഷനിൽ വരുന്ന
ടാക്സ് ഇംപ്ലിക്കേഷൻസ് എങ്ങനെയൊക്കെയാണെന്ന് നാം കണ്ടു കഴിഞ്ഞു. എങ്കിലും അതൊന്ന് കമ്പാരിസൺ സാധ്യമാകുന്ന തരത്തിൽ ഈ ടേബിളിൽ കൊടുത്തിരിക്കുന്നത് നമുക്കൊന്ന് നോക്കാം. എംപ്ലോയീസ് കോൺട്രിബ്യൂഷൻ നോക്കൂ. ഇൻക്ലൂഡഡ് ഇൻ സാലറി ഓഫ് എംപ്ലോയി, എലിജിബിൾ ഫോർ ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 80C. ഇത് തന്നെയാണ് റെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ട് കേസ്. ഇൻക്ലൂഡഡ് ഇൻ ദി സാലറി ഓഫ് എംപ്ലോയി ആൻഡ് എലിജിബിൾ ഫോർ ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 80C. ഓക്കെ, അൺറെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ട് ആകുമ്പോഴോ ഇൻക്ലൂഡഡ് ഇൻ സാലറി ബട്ട് നോട്ട് എലിജിബിൾ ഫോർ ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 80C. ഡിഡക്ഷന് എലിജിബിൾ അല്ല, ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്യാൻ പറ്റില്ല. PPFO ഇൻക്ലൂഡഡ് ഇൻ സാലറി, എലിജിബിൾ ഫോർ ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 80C. ഓക്കെ, എംപ്ലോയിയുടെ കോൺട്രിബ്യൂഷനുമായി ബന്ധപ്പെട്ടുള്ള ടാക്സ് ഇംപ്ലിക്കേഷൻസ് എങ്ങനെയൊക്കെയാണെന്ന് 4 പ്രൊവിഡന്റ് ഫണ്ടിലും എങ്ങനെയാണ് എന്ന് ഒറ്റ നോട്ടത്തിൽ നമുക്ക് മനസ്സിലായി. എംപ്ലോയീസ് കോൺട്രിബ്യൂഷൻ ഓക്കെ, എന്താണ് SPF-ൽ എല്ലാറ്റിലും സാലറിയിൽ ഉൾപ്പെടും എന്നുള്ളതാണ് പ്രത്യേകത. ഏത് 4 ടൈപ്പ് പ്രൊവിഡന്റ് ഫണ്ടിലും എംപ്ലോയിയുടെ കോൺട്രിബ്യൂഷൻ അവരുടെ സാലറിയിൽ ഉൾപ്പെടും. അതിൽ സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഡന്റ് ഫണ്ടിലും റെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ടിലും പബ്ലിക് പ്രൊവിഡന്റ് ഫണ്ടിലും 80C പ്രകാരം ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ നിന്ന് ഡിഡക്ഷന് എലിജിബിൾ ആണ്. എന്നാൽ UPF ഡിഡക്ഷന് എലിജിബിൾ അല്ല. അതാണ് എംപ്ലോയീസ് കോൺട്രിബ്യൂഷനുമായി ബന്ധപ്പെട്ട് ഓർത്തിരിക്കേണ്ടത്. ക്ലിയർ? ഇനി നമുക്ക് എംപ്ലോയേഴ്സ് കോൺട്രിബ്യൂഷൻ എങ്ങനെയാണെന്ന് നോക്കാം. SPF-ൽ സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഡന്റ് ഫണ്ടിൽ ഫുള്ളി എക്സംപ്റ്റ് ആണ്. അൺറെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ടിലും ഫുള്ളി എക്സംപ്റ്റ് ആണ്. പബ്ലിക് പ്രൊവിഡന്റ് ഫണ്ടിൽ എംപ്ലോയേഴ്സ് കോൺട്രിബ്യൂഷൻ ഇല്ല, നമുക്കറിയാം. എന്നാൽ റെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ടിന്റെ കേസിൽ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള കാര്യമാണ് ആനുവൽ അക്രീഷൻ എന്ന് പറയുന്നത്. ഈ രണ്ടും ചേർന്നിട്ടുള്ളതായിരുന്നു ആനുവൽ അക്രീഷൻ എന്ന് പറഞ്ഞ് പഠിച്ചിട്ടുള്ളത്. എന്താ? എംപ്ലോയേഴ്സ് കോൺട്രിബ്യൂഷൻ ഇൻ എക്സസ് ഓഫ് 12% ഓഫ് എംപ്ലോയീസ് സാലറി ഈസ് ടാക്സബിൾ. അത് പ്രത്യേകം ഓർത്ത് വെക്കുക. ക്ലിയർ? ഇനി ഇൻട്രസ്റ്റ് ഓൺ അക്യുമുലേറ്റഡ് ബാലൻസോ സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഡന്റ് ഫണ്ടിൽ ഫുള്ളി എക്സംപ്റ്റ്, അൺറെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ടിൽ ഫുള്ളി എക്സംപ്റ്റ്, പബ്ലിക് പ്രൊവിഡന്റ് ഫണ്ടിൽ ഫുള്ളി എക്സംപ്റ്റ്. എന്നാൽ റെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ടിലോ ഇൻട്രസ്റ്റ് ഇൻ എക്സസ് ഓഫ് 9.5% പെർ ആനം ഈസ് ടാക്സബിൾ. ഓക്കെ, അതാണ്. ഇനി 4ാമത്തെ നോക്കൂ. ലംസം റിസീവ്ഡ് ഓൺ റിട്ടയർമെന്റ്, സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഡന്റ് ഫണ്ടിൽ ഫുള്ളി എക്സംപ്റ്റ്, റെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ടിൽ ഫുള്ളി എക്സംപ്റ്റ്. ചില കണ്ടീഷൻസ് നേരത്തെ പറഞ്ഞു, 5 years കണ്ടിന്യൂസ് സർവീസ് ഉണ്ടാവണം എന്നൊക്കെ. അതുപോലെ പബ്ലിക് പ്രൊവിഡന്റ് ഫണ്ട് ഫുള്ളി എക്സംപ്റ്റ്, 3 എണ്ണത്തിലും ഫുള്ളി എക്സംപ്റ്റ് ആണ്. പക്ഷേ അൺറെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ട് കേസിൽ ആണ് ലംസം റിസീവ് ചെയ്യുമ്പോൾ അതിലുള്ള വ്യത്യസ്ത കോമ്പോണന്റ് വ്യത്യസ്ത രീതിയിലാണ് അതിൻ്റെ ട്രീറ്റ്മെന്റ് വരുന്നത്. എങ്ങനെയാണ്? എംപ്ലോയിയുടെ കോൺട്രിബ്യൂഷൻ ഫുള്ളി എക്സംപ്റ്റ് ആണ്. ആ ലംസം എമൗണ്ട് എന്ന് പറഞ്ഞാൽ എംപ്ലോയിയുടെ കോൺട്രിബ്യൂഷനും എംപ്ലോയറുടെ കോൺട്രിബ്യൂഷനും 2 പേരുടെ കോൺട്രിബ്യൂഷനും ഇതേയും കിട്ടുന്ന ഇൻട്രസ്റ്റും ചേർന്നിട്ടുള്ളതാണല്ലോ ഈ ലംസം എമൗണ്ട് എന്ന് പറയുന്നത്. ആ ലംസം എമൗണ്ടിൽ എംപ്ലോയിയുടെ കോൺട്രിബ്യൂഷൻ എത്രത്തോളം വരുമോ അത് ഫുള്ളി എക്സംപ്റ്റ് ആണ്. ഓക്കെ, അതേപോലെ തന്നെ എംപ്ലോയറുടെ കോൺട്രിബ്യൂഷൻ ടാക്സബിൾ അണ്ടർ പ്രോഫിറ്റ് ഇൻ ലിeu ഓഫ് സാലറി. എംപ്ലോയറുടെ കോൺട്രിബ്യൂഷൻ എന്തായിരുന്നു? ടാക്സബിൾ ആണ്. എവിടെയാ? ഇൻകം ഫ്രം സാലറിയിൽ തന്നെ എവിടെയാണ് ടാക്സബിൾ ആകുന്നത്? പ്രോഫിറ്റ് ഇൻ ലിeu ഓഫ് സാലറിയിൽ ടാക്സബിൾ ആണ്. ഇൻട്രസ്റ്റ് ഓൺ എംപ്ലോയീസ് കോൺട്രിബ്യൂഷനോ അത് ടാക്സബിൾ ആണ്. എവിടെ? ഇൻകം ഫ്രം അതർ സോഴ്സസിൽ ടാക്സബിൾ ആണ്. ഇൻട്രസ്റ്റ് ഓൺ എംപ്ലോയേഴ്സ് കോൺട്രിബ്യൂഷനോ ടാക്സബിൾ ആണ്. നേരത്തെ പറഞ്ഞ പോലെ പ്രോഫിറ്റ് ഇൻ ലിeu ഓഫ് സാലറിയിൽ. ഓക്കെ, എംപ്ലോയിയുടെ കോൺട്രിബ്യൂഷൻ ഫുള്ളി എക്സംപ്റ്റ് കേട്ടോ. ഇനി ഇൻട്രസ്റ്റ് ഓൺ എംപ്ലോയീസ് കോൺട്രിബ്യൂഷനോ അതർ സോഴ്സിൽ ടാക്സബിൾ. എംപ്ലോയറുടെ കോൺട്രിബ്യൂഷനും അതിന്മീതെയുള്ള ഇൻട്രസ്റ്റും രണ്ടും പ്രോഫിറ്റ് ഇൻ ലിeu ഓഫ് സാലറിയിൽ ടാക്സബിൾ ആകുന്നു. ഇതാണ് പ്രൊവിഡന്റ് ഫണ്ടുമായി ബന്ധപ്പെട്ട് മൊത്തമായിട്ടുള്ള ടാക്സ് ഇംപ്ലിക്കേഷൻ്റെ ഒരു പിക്ചറാണ് ഈ ഒരു സ്ലൈഡിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഓക്കെ, ഇനി നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. Mr. Shyam is an employee getting a monthly salary of ₹6,000 plus DA of ₹1,200 under terms of employment. DA as per terms of employment. He contributes 14% of his salary and DA
to provident fund to which his employer contributes an equal amount. എംപ്ലോയിയും എംപ്ലോയറും ഒരേ എമൗണ്ടാണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. എംപ്ലോയി കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് 14%, സാലറിയുടെയും DA-യുടെയും ചേർന്നുള്ള തുകയുടെ 14% കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു. എംപ്ലോയറും അതേ എമൗണ്ട് തന്നെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു. ഇൻട്രസ്റ്റ് ഓൺ പ്രൊവിഡന്റ് ഫണ്ട് ഈസ് 8.5% per annum, which amounted to rupees 15,000 for the previous year. Previous year 8.5% per annum എന്നുള്ള രീതിയിൽ previous year കിട്ടിയ ഇൻട്രസ്റ്റ് എത്രയാ? 15,000 രൂപയാണ്. He also gets HRA of rupees 2,000 per month. He has actually paid rupees 2,500 per month as rent of the house occupied by him for his residence. The employer has provided him a vehicle for journey from his residence to office and back. What will be his gross total income for the year 2019-20 if the provident fund is statutory provident fund, B recognized provident fund and unrecognized provident fund? ഈ 3 recognized provident fund ആണ് എങ്കിൽ, 3 തരത്തിലുള്ള provident fund ആണ് എങ്കിൽ എങ്ങനെയൊക്കെ ആയിരിക്കും ഓരോ കേസിലും വരുന്ന ഗ്രോസ് ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത് എത്രയായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഗ്രോസ് ടോട്ടൽ ഇൻകം കാണാനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഗ്രോസ് ടോട്ടൽ ഇൻകം എന്ന് പറയുമ്പോൾ സാലറി 6,000 ആണ്, DA 1,200 ആണ്. ശരിയാണല്ലോ. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ആദ്യം സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഡന്റ് ഫണ്ട് എടുക്കാം. 6,000 ബേസിക് പേ വരുന്നു, സാലറി വരുന്നു, DA 1,200 വരും. നോക്കൂ, ഒന്നാമത്തെ കേസാണ് സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഡന്റ് ഫണ്ട്. സാലറി 6,000 × 12, DA 1,200 × 12 വരുന്നു. ഓക്കെ, പിന്നെ എന്താണ് വരുന്നത്? He contributes 14% of his salary and DA to provident fund to which employer contributes an equal amount എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ നേരത്തെ കണ്ടു കഴിഞ്ഞു. എംപ്ലോയിയുടെ കോൺട്രിബ്യൂഷൻ സാലറിയിൽ ഉൾപ്പെട്ടിട്ടുണ്ടല്ലോ. പിന്നെ എന്താ ചെയ്യേണ്ടത്? ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ നിന്ന് ഡിഡക്റ്റബിൾ ആണ്. ആ ഗ്രോസ് ടോട്ടൽ ഇൻകം കാണാൻ പറഞ്ഞിട്ടുള്ളൂ. ടോട്ടൽ ഇൻകം കാണുമ്പോൾ ഈ എമൗണ്ട് ഡിഡക്ഷൻ കിട്ടും. നമ്മളിപ്പോൾ അതൊന്നും ചെയ്യേണ്ടത് ആവശ്യമില്ല ഇവിടെ. ശരിയാണല്ലോ. നോക്കൂ, ആ കാര്യമൊന്നും നമ്മളിവിടെ ചെയ്തിട്ടില്ല. പിന്നെ എന്താണ് പറയുന്നത്? ഇൻട്രസ്റ്റ് ഓൺ പ്രൊവിഡന്റ് ഫണ്ട് ഈസ് 8.5% per annum, which amounted to rupees 15,000 for the previous year. Okay, statutory provident fund കേസിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അക്യുമുലേറ്റഡ് ബാലൻസിന് മീതെ കിട്ടുന്ന ഇൻട്രസ്റ്റ് ഫുള്ളി എക്സംപ്റ്റ് ആണ്. നോക്കൂ, ഇവിടെ ഇൻട്രസ്റ്റ് ഓൺ പ്രൊവിഡന്റ് ഫണ്ട് ബാലൻസ് 15,000 ആണ്, ഫുള്ളി എക്സംപ്റ്റ് ആണ്. പിന്നെ എന്താണ് പറയുന്നത്? He also get HRA rupees 2,000 per month. അയാൾ കൊടുത്തിട്ടുള്ള റെന്റ് 2,500 per month ആണ്. HRA നമ്മൾ നേരത്തെ പഠിച്ചു കഴിഞ്ഞാണ്. 2,000 × 12 24,000 ആണ് HRA കിട്ടിയിരിക്കുന്നത്. എക്സംഷൻ എങ്ങനെയൊക്കെയായിരുന്നു? എക്സസ് ഓഫ് റെന്റ് പെയ്ഡ് ഓവർ 10% ഓഫ് സാലറി. ശരിയല്ലേ? ഓക്കെ, എക്സസ് ഓഫ് റെന്റ് പെയ്ഡ് ഓവർ 10% ഓഫ് സാലറി. റെന്റ് പെയ്ഡ് എത്രയാ? 2,500 ഒരു മാസം കൊടുത്ത്. ഓക്കെ, 10% ഓഫ് സാലറി എന്ന് പറഞ്ഞാൽ ഇതാ 6,000 1,200 7,200 10% 720 വരും. 2,500 - 720 ഇൻറ്റു ഒരു വർഷത്തേക്ക് 12 21,360. പിന്നെ 40% ഓഫ് സാലറി ഇവിടെ മുംബൈ, ചെന്നൈ, കൽക്കട്ട, ഡൽഹി എന്ന് പ്രത്യേകം പറയാത്തത് കൊണ്ട് നമ്മൾ എടുക്കുക. അവിടങ്ങളിലൊക്കെ 50% ആണ്. അത് പറയാത്തത് കൊണ്ട് നമ്മൾ 40% എടുത്തു. 34,560. ആക്ച്വൽ HRA 24,000. ഓക്കെ, ഇതിൽ ലോവസ്റ്റ് എമൗണ്ട് 21,360 ആണ്. ലെസ് ചെയ്ത് 2,640 ആണ് ടാക്സബിൾ എമൗണ്ട് ഓഫ് HRA വരുന്നത്. ഓക്കെ, അപ്പോൾ HRA പരിഗണിച്ചു. പിന്നെ എന്താണ് വരുന്നത്? The employer has provided him a vehicle for journey from his residence to office and back. അങ്ങനെ ഓഫീസിലേക്കും നേരെ തിരിച്ചു വീട്ടിലേക്കും പോകാൻ വേണ്ടി ഒരു ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് എക്സംപ്റ്റ് ആണ് എന്ന് നമ്മൾ നേരത്തെ പെർക്വിസിറ്റിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഗ്രോസ് സാലറി എന്ന് പറയുന്നത് ഇത് ടോട്ടൽ ചെയ്താൽ 89,040 ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഡന്റ് ഫണ്ടിൻ്റെ കേസിൽ ഇവിടെ എല്ലാം എക്സംപ്റ്റ് ആണ്. ഇൻട്രസ്റ്റ് എക്സംപ്റ്റ് ആണ്. എംപ്ലോയറുടെ കോൺട്രിബ്യൂഷൻ വരില്ല. എംപ്ലോയിയുടെ കോൺട്രിബ്യൂഷൻ സാലറിയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഇനി ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ നിന്ന് ഡിഡക്ഷൻ കിട്ടും ATC പ്രകാരം. ഇതൊക്കെയാണ് വരുന്നത്. ഇനി നമുക്ക്
അടുത്ത രണ്ടാമത്തെ കേസിൽ റെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ട് കേസിൽ നോക്കാം. സാലറി 72,000 തന്നെ, നേരത്തെ പറഞ്ഞ പോലെ. DA 14,400 തന്നെ. പിന്നെ റെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ടിന്റെ പ്രത്യേകത എന്തായിരുന്നു? എംപ്ലോയേഴ്സ് കോൺട്രിബ്യൂഷൻ ഇൻ എക്സസ് ഓഫ് 12% ഓഫ് എംപ്ലോയീസ് സാലറി ഈസ് ടാക്സബിൾ എന്ന് പഠിച്ചു. അപ്പം നോക്കൂ, ഇവിടെ എംപ്ലോയിയുടെ സാലറിയുടെ 14% ആണ് എംപ്ലോയി റെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ടിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്ത്. അപ്പോൾ എംപ്ലോയറും 14% തന്നെ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 7,200-ന്റെ 14% കോൺട്രിബ്യൂട്ട് ചെയ്തു. 7,200-ന്റെ 12% എത്രയാണോ അത് കുറച്ച് ബാക്കി അധികമായിട്ടുള്ളത് ടാക്സബിൾ ആണ്. ഒരു മാസത്തത് കിട്ടും. 12 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 1,728 ആണ് ടാക്സബിൾ ആയിട്ടുള്ള പോർഷൻ വരും. ഓക്കെ. ഇനി ഇൻട്രസ്റ്റ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇൻ എക്സസ് ഓഫ് 9.5% per annum ഈസ് ടാക്സബിൾ. ഇവിടെ എത്രയേ കൊടുക്കുന്നുള്ളൂ? 8.5% ഇൻട്രസ്റ്റ് കൊടുക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ അത് ഫുള്ളി എക്സംപ്റ്റഡ് ആണ്. HRA നേരത്തെ പറഞ്ഞ പോലെ തന്നെ 2,640. വെഹിക്കിൾസ് ഫോർ എ ജേർണി അതും എക്സംപ്റ്റഡ്. ഓക്കെ. അപ്പോൾ ഗ്രോസ് സാലറി 90,768 ആണ് വരുന്നത്. ഇനി നമുക്ക് മൂന്നാമത്തെ കേസ് അൺറെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ടിന്റെ കേസ്. അൺറെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ടിന്റെ കേസിൽ നമ്മൾ എന്താ പ്രത്യേകത? ഇവിടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് എംപ്ലോയറുടെ കോൺട്രിബ്യൂഷൻ ഫുള്ളി എക്സംപ്റ്റ് ആണ് എന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. അതുകൊണ്ട് ഇവിടെ വരുന്നില്ല. നേരത്തെ സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഡന്റ് ഫണ്ടിലുള്ള അതേപോലെ തന്നെയാണ് ഇവിടെയും വരിക. നിങ്ങൾ കഴിഞ്ഞ സ്ലൈഡിൽ നമ്മൾ കണ്ടതൊന്നും നോക്കിയാൽ മനസ്സിലാവും. അങ്ങനെ ഗ്രോസ് സാലറി നമുക്ക് 89,040 തന്നെ, അതായത് സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഡന്റ് ഫണ്ടിലുള്ളതുപോലെ തന്നെ വരും. ഇവിടെ നോക്കും, സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഡന്റ് ഫണ്ട് 89,040 ആണ്. ഇവിടെയും 89,040 ആണ് വരുന്നത്. ഓക്കെ. ഇനി നമ്മളിപ്പോൾ പഠിച്ചിട്ടുള്ള പ്രൊവിഡന്റ് ഫണ്ടുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെല്ലാം പഠിക്കുന്നതോടുകൂടി നമ്മൾ സാലറി എന്ന ഭാഗം പൂർണ്ണമായും മനസ്സിലാക്കി കഴിഞ്ഞു. എങ്കിലും ഇതുവരെ പഠിച്ചിട്ടുള്ള ഭാഗങ്ങൾ നമ്മുടെ ഇൻകം ഫ്രം സാലറി കാണുന്നത് വരെയുള്ള ചില പ്രധാനപ്പെട്ട ഇനങ്ങളെല്ലാം നമുക്ക് ഒന്ന് ഈ സ്ലൈഡിലൂടെ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. ബേസിക് പേ അല്ലെങ്കിൽ ഡിയർനെസ് പേ, സ്പെഷ്യൽ പേ എന്നെല്ലാം പറയുന്ന, വേജസ് എന്നൊക്കെ പറയുന്ന എമൗണ്ട്, ആന്വിറ്റി ഓർ പെൻഷൻ, അതേപോലെ ടാക്സബിൾ പോർഷൻ ഓഫ് ഗ്രാറ്റുവിറ്റി, ഫീ, ബോണസ്, കമ്മീഷൻ, അഡ്വാൻസ് സാലറി, ടാക്സബിൾ പോർഷൻ ഓഫ് ലീവ് സാലറി, ആനുവൽ അക്രീഷൻ, taxable portion of transferred balance, taxable portion of commuted pension, taxable portion of retrenchment compensation, taxable portion of VRS ഇത്രയൊക്കെയാണ് നമ്മൾ ഈ 17(1) വരുന്ന എല്ലാ കാര്യങ്ങളുമാണ് ഞാൻ ഈ ഭാഗത്ത് കൊടുത്തിരിക്കുന്നത്. ടാക്സബിൾ പോർഷൻ ഓഫ് VRS വരെയാണ്. പിന്നെ ടാക്സബിൾ എമൗണ്ട് ഓഫ് അലവൻസസ്, പിന്നെ ടാക്സബിൾ എമൗണ്ട് ഓഫ് പെർക്വിസിറ്റ്സ്, പിന്നെ പ്രോഫിറ്റ് ഇൻ ലിeu ഓഫ് സാലറി. ഇതെല്ലാം ചേർന്നിട്ടുള്ളതാണ് ഗ്രോസ് സാലറി നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഓക്കെ. ഈ ഗ്രോസ് സാലറിയിൽ നിന്നാണ് സെക്ഷൻ 16 പ്രകാരം നമ്മൾ ഡിഡക്ഷൻസ് അനുവദിക്കുന്നത്. 3 ഡിഡക്ഷൻസ് ആണ് വന്നിരുന്നത്. എന്തൊക്കെയായിരുന്നു? സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻസ് സെക്ഷൻ 16 ക്ലോസ് 1A പ്രകാരമാണ്. അതേപോലെ തന്നെ എന്റർടൈൻമെന്റ് അലവൻസുമായി ബന്ധപ്പെട്ട ഡിഡക്ഷൻ section 16 clause 2 and third one is profession tax section 16 clause 3 പ്രകാരം ഈ 3 ഡിഡക്ഷൻസും ടോട്ടൽ ചെയ്ത് ഗ്രോസ് സാലറിയിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഇൻകം ഫ്രം സാലറി നമുക്ക് കിട്ടിയിരുന്നത്. കമ്പ്യൂട്ടേഷണൽ സാലറിയിൽ ആദ്യം നമ്മൾ മനസ്സിലാക്കിയതാണ്. അതിനകത്ത് വരുന്ന മുഴുവൻ ഐറ്റംസും നമ്മൾ ഇന്നത്തെ ക്ലാസ്സോടുകൂടി പഠിച്ചു കഴിഞ്ഞു. സാലറി എന്ന ആ ഒരു ചാപ്റ്റർ നമ്മളിവിടെ പൂർണ്ണമാവുകയാണ്. ഇനി അടുത്ത ഒരു ചാപ്റ്റർ നമ്മൾ നിങ്ങളുടെ എക്സാമിനേഷന്, നിങ്ങളുടെ 4th സെമസ്റ്റർ എക്സാമിനേഷന് ശേഷം സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.